ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മയെ കൂട്ടി ഞാൻ കാഞ്ഞിരപ്പള്ളി വന്നതാണ്. കാഞ്ഞിരപ്പള്ളി വന്ന അക്കരപ്പള്ളിയിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ അക്കരപ്പള്ളിയുടെ എൻട്രൻസ് കയറി നമ്മൾ പള്ളിയിലെത്തി. ഇപ്പോൾ നമ്മൾ വണ്ടി വെക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇതൊരു ഏരിയ കാർ പാർക്കിംഗ് ഏരിയയാണ്. വൈകുന്നേരമായിട്ട് കൂടി കുറച്ച് പേരൊക്കെ പള്ളിയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊണ്ട് വണ്ടി വെച്ചു. അപ്പോൾ ശേഷം ഒരു തിരി മേടിക്കണം. അപ്പം ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, അവിടെ കയറി തിരിയൊക്കെ മേടിക്കണം. അങ്ങനെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് തിരി കത്തിക്കാനായിട്ട് പോവുകയാണ്. അമ്മ തിരി മേടിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ തിരിയൊക്കെ മേടിച്ച് അമ്മ തിരിച്ചു വന്നു. ഇനി നമുക്ക് തിരി കത്തിക്കണം. അപ്പോൾ ഒരു 4-5 പാക്കറ്റ് തിരി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കളറുള്ള ഒരു തിരി തന്നെയാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ എല്ലാം കത്തിച്ച് അവിടെ വെച്ച് നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അമ്മയുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഷോപ്പിൽ കയറി എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വേണം പോകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്നിറങ്ങി നേരെ കാഞ്ഞിരപ്പള്ളി സിറ്റിയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ കൊട്ടാരത്തിൽ കയറിയിട്ട് വേണം എന്നേലും നമുക്ക് ഗിഫ്റ്റ് എന്നേലും മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് കേക്കോ അതുപോലത്തെ ഹാമ്പർ എന്നേലും മേടിച്ചുകൊണ്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ വലത്ത് കാണുന്നതൊക്കെ പുൽപ്പേൽ ടെക്സ്റ്റൈൽസാണ്. അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പോരുകയാണ്. അപ്പോൾ ഇതെല്ലാം കാഞ്ഞിരപ്പള്ളിയുടെ ഏരിയകൾ തന്നെയാണ്. ഇനി നമ്മൾ പോകുന്നത് കൊട്ടാരത്തിലോട്ടാണ്. ഇവിടെ ഒരു കൊട്ടാരത്തിൻ്റെ ഷോപ്പുണ്ട്, നമ്മൾ അവിടെ കയറിയിട്ടാണ് ഗിഫ്റ്റ് മേടിക്കുന്നത്. അപ്പം അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ കൊട്ടാരം ബേക്കറിയിലെത്തി. ഇവിടുന്ന് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വേണം പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഒരു ഐറ്റം കണ്ടു. ഇതിൽ ടെഡി ബിയറൊക്കെ ഗിഫ്റ്റായിട്ടുണ്ട്. പിന്നെ അതിൽ വൈനൊക്കെ ഉള്ള ഒരു ഗിഫ്റ്റ് തന്നെയാണിത്. ഇതൊരു ചെറിയൊരു ഹാമ്പർ സെറ്റാണെന്ന് തന്നെ പറയാം. ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം മാത്രമേ നമുക്ക് ആ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാനുള്ളൂ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ സൈഡിൽ കൂടെ ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതിലേക്ക് വന്നു പോയിക്കൊണ്ടിരുന്നതായിരുന്നു. ഞാൻ ആ ചേച്ചിയുടെ വീട്ടിൽ ഇതുവരെയും പോയിട്ടില്ല, അമ്മ പോയിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയാണ് വഴിയൊക്കെ പറഞ്ഞു തരുന്നത്. അങ്ങനെ നമ്മൾ ആ ചേച്ചിയുടെ വീട്ടിലെത്തി. ഇനി കുറച്ച് നേരം ഇവരുമായിട്ട് ചിലവഴിച്ചതിന് ശേഷം ഇന്ന് രാത്രി തന്നെ വീട്ടിലോട്ട് മടങ്ങണം.